ഡൽഹിയിൽ പാറ്റാക്കൂട്ടം നടത്തിയ അഴിഞ്ഞാട്ടത്തിൽ നടപടി കടുപ്പിച്ച് പോലീസ് വിവിധ സ്റ്റേഷനുകളിലായി 5 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു. കൂടുതൽ എഫ്ഐആറുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിവരം. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായേക്കും. കലാപം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇന്നലെ വലിയ കലാപം തന്നെ അഴിച്ചുവിടാനായിരുന്നു പാറ്റാക്കൂട്ടത്തിന്റെ നീക്കം. പക്ഷേ ഡൽഹി പോലീസ് കൃത്യമായി അവരെ അമർച്ച ചെയ്യാൻ സാധിച്ചു. ഇന്നും അവരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നായിരുന്നല്ലോ അറിയിപ്പ്. ഇപ്പോൾ പോലീസ് കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇന്ന് അവരുടെ പ്രതിഷേധം എങ്ങനെയാണ് നന്ദഗോപൻ? ഡൽഹിയിലാണ് നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചയ്ക്കെതിരെ പാറ്റാക്കൂട്ടം വലിയ സമരം സംഘടിപ്പിച്ചത്. പക്ഷേ ഈ സമരത്തിന്റെ മറവിൽ വലിയ കലാപം അഴിച്ചുവിടാനായിരുന്നു സംഘടനയുടെ ശ്രമം. പാർലമെന്റ് വളപ്പിലേക്കടക്കം അതിക്രമിച്ച് കയറി അക്രമം നടത്താനുള്ള അവരുടെ ശ്രമത്തെ ഡൽഹി പോലീസ് കൃത്യമായി ചെറുത്തു. പക്ഷേ എങ്കിലും അവർ പോലീസിന് നേരെ കല്ലെറിയുകയും അതുപോലെ തന്നെ പോലീസിനെ ദേഹോപദ്രവം ഏൽപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് നടത്തിയത്. പോലീസ് വളരെ കൃത്യമായി അക്രമകാരികളെ അമർച്ച ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കൃത്യമായി CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ അക്രമികൾക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഡൽഹി പോലീസ് മുമ്പോട്ട് പോവുകയാണ്. കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പക്ഷേ പാറ്റാക്കൂട്ടം വീണ്ടും കലാപ ആഹ്വാനവുമായി വീണ്ടും സമരരംഗത്ത് അവർ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. പക്ഷേ ഇന്നലത്തെ അത്രയും അണികളെ അവർക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടുതൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. ഇന്നും അവർ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നായിരുന്നു അറിയിപ്പ് നൽകിയിരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് നന്ദഗോപൻ? അക്രമകാരികൾക്കെതിരെ കൂടുതൽ നടപടിയുമായി ഡൽഹി പോലീസ് മുന്നോട്ട് പോകുന്നു. ഇന്ന് പാർട്ടിയുടെ സമര രീതി എങ്ങനെയാണ് നന്ദൻ? വിനോദ, ഇന്നലെ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുകയായിരുന്നു പാർട്ടി രാജ്യ തലസ്ഥാനത്ത്. ഇന്നലെ ഏതാണ്ട് ആയിരക്കണക്കിന് യുവാക്കൾ പല ഭാഗങ്ങളിൽ നിന്നും ഒന്നിച്ചു ചേർന്നിരുന്നു. അത് പ്രത്യേകിച്ച് ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയും മറ്റും നിർദ്ദേശപ്രകാരമായിരുന്നു. ഇവിടുത്തെ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിൽ നിന്നൊക്കെ ആയിരുന്നു കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയത്. ഇന്നലെ അത് പിന്നെ ഒരു അക്രമത്തിലേക്ക് ഒരു വഴി നയിക്കുന്ന സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഒരു ശാന്തമായ പ്രതിഷേധമാണ് ജന്തർ മന്ദിറിൽ നടക്കുന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും ജന്തർ മന്ദിറിൽ പുരോഗമിക്കുകയാണ്. അതേസമയം കാര്യമായ രീതിയിലുള്ള സേനാ വിന്യാസം നടത്തിയിട്ടുണ്ട്. RAF-നെ കൂടുതലായി ഈ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ ഇന്നലത്തെ പോലെയുള്ള ഒരു പ്രതികരണമായിരിക്കില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടാകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ പോലീസ് പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസ് ഇന്നലെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് BNS-ന്റെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ആൾക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ 70 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ അക്രമകാരികളിൽ. ഇന്നലെ പോലീസ് ഉപയോഗിച്ചത് AI അധിഷ്ഠിതമായിട്ടുള്ള ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകളായിരുന്നു. അതുകൊണ്ട് അക്രമികളെ കണ്ടെത്തുവാൻ പോലീസിന് കാര്യമായി പാടുപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ സെർച്ചിങ് നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പേർക്കെതിരെ കേസുണ്ടാകുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 5 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ എഫ്ഐആറുകൾ ഒരുപക്ഷെ ഇനിയും രജിസ്റ്റർ ചെയ്യുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ജന്തർ മന്ദിറിൽ ഇന്നിപ്പോൾ പ്രതിഷേധങ്ങളും മറ്റും കാര്യമായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 100-ൽ പരം ആൾക്കാർ മാത്രമാണ് ജന്തർ മന്ദിറിൽ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ ഈ പ്രതിപക്ഷ സഖ്യത്തിലെ യുവജന സംഘടനകളുടെ ആഹ്വാനപ്രകാരം വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ധാരാളമായി അവരുടെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു. അനൗദ്യോഗികമായിരുന്നു അവർ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ഈ ഒരു CJP-യുടെ പരിപാടിയിൽ ഭാഗമാകണമെന്ന്. അതുകൊണ്ട് തന്നെ KSU, MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും SFIയിൽ നിന്നുമൊക്കെ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ ഇന്നലെ എത്തിയിരുന്നു. അതായിരുന്നു ഇന്നലെ ഒരു വലിയ ക്രൗഡ് ഈ CJP-യുടെ പ്രതിഷേധ പരിപാടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതെ, ഡൽഹിയിലാണ് പാർട്ടി നടത്തിയ സമരം അക്രമത്തിലേക്ക് കലാശിച്ചത്. അവർക്കെതിരെ കൃത്യമായ നടപടിയുമായി ഡൽഹി പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നു. കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. തുടർ സമരം ഇന്ന് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്ന് അധികം ആളെ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ പങ്കുവെക്കുന്നത്.